ഹായ്, ഞാനിപ്പോൾ കോത്തഗിരിയാണുള്ളത്. കോത്തഗിരി ഊട്ടിക്കടുത്ത് അധികം വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു സൂപ്പർ അടിപൊളി ഏരിയ. അഗോഡ വഴി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഇതുപോലെ നിങ്ങൾ വയനാട്ടിലോ മൂന്നാറിലോ കേരളത്തിലോ എവിടെയെങ്കിലും ഒരു റിസോർട്ടോ ഹോം സ്റ്റേയോ നടത്തുന്നുണ്ടോ എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ബുക്കിംഗ് ഒക്കെ വരുന്നുണ്ട്, അതിഥികൾ വരുന്നു, സന്തോഷത്തോടെ പോകുന്നു, എല്ലാം നന്നായി നടക്കുന്നു. പക്ഷേ മാസാവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് ഒരു തോന്നലുണ്ടോ? കേരളത്തിലെ പല റിസോർട്ട് ഉടമകളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എന്താണ് ഇതിന് മെയിൻ കാരണം? മെയിൻ റീസൺ ദി കമ്മീഷൻ. Booking.com, അഗോഡ, മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ആപ്പുകൾ വഴിയാണ് അധികം ബുക്കിംഗ് വരുന്നത്. ഇവരുടെ കമ്മീഷൻസ് 15 മുതൽ 25% വരെയാണ് ഓരോ ബുക്കിങ്ങിനും. നിങ്ങൾ കഷ്ടപ്പെടുന്നു, നന്നായി പ്രോപ്പർട്ടി നോക്കുന്നു, നല്ല സർവീസ് കൊടുക്കുന്നു, പക്ഷേ ലാഭത്തിൻ്റെ നല്ലൊരു ഭാഗം ഇവരാണ് കൊണ്ടുപോകുന്നത്. ഇത് ശരിയാണോ? അല്ലല്ലോ. ഇല്ല, ആയില്ല, കുറച്ചുകൂടി ഉണ്ട്. പഠിച്ചോ പൂ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പ്രോപ്പർട്ടി നന്നായി സൂക്ഷിക്കുന്നു, നല്ല സർവീസ് കൊടുക്കുന്നു, ലാഭത്തിൻ്റെ ഒരു ഭാഗം ഇവർ കൊണ്ടുപോകുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. സോ കമ്മീഷനാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. നിങ്ങൾ ഒരു 5000 രൂപയ്ക്കാണ് ഒരു റൂം കൊടുക്കുന്നതെങ്കിൽ അതിന് 20% ഏകദേശം 1000 രൂപയോളം ബുക്കിങ്ങിന് കമ്മീഷനായിട്ട് പോയി. ഒരു വർഷം നോക്കുമ്പോൾ ഏകദേശം ഒരു മാസം 20,000 രൂപ, ഒരു കൊല്ലത്തേക്ക് ഏകദേശം 2.5 ലക്ഷം രൂപയാണ് കമ്മീഷനായിട്ട് പോകുന്നത്. ഇത് വലിയ ഒരു തുകയല്ലേ? ഒരു നല്ല ബെഡ് ഇടാം, നമുക്ക് ബോണസ് കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ ഒരു ട്രിപ്പ് പോകാം. പക്ഷേ അത് ഈ ആപ്സിനാണ് പോകുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ ഗസ്റ്റിൻ്റെ ഡാറ്റ കിട്ടുന്നില്ല. ഗസ്റ്റ് ആപ്പ് വഴി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരുടെ ഫോൺ നമ്പർ കിട്ടുന്നില്ല, ഇമെയിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സ് കിട്ടുന്നില്ല. അവസാനം അവർ വരുമ്പോഴാണ് നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടുന്നത്. അത് നമ്മളൊരു രജിസ്റ്ററിൽ എഴുതി അങ്ങ് വിടും. ഈ ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ ഓഫ് സീസൺ സമയത്ത് ഒരു നല്ല ഓഫറുണ്ട് വരൂ എന്ന് പറയാൻ നമുക്കൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ബേസാണ് നമുക്ക് മിസ്സാവുന്നത്. അതേസമയം ഈ ആപ്പുകൾ അവർക്ക് തുടർച്ചയായി ഓഫറുകൾ കൊടുത്തുകൊണ്ടേയിരിക്കും. 30%, 40%, വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ഇന്നലെ ബുക്ക് ചെയ്തു, അതിനുശേഷം എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നു. വീണ്ടും അതും അവരുടെ 15% ഓഫർ, 20% ഓഫർ, പിന്നെ ലോയൽറ്റി ഓഫർ, ഇങ്ങനെ ഒരുപാട്. സോ ഇവർ ഈ കസ്റ്റമറിനെ റിട്ടേൺ ചെയ്യുകയാണ്. ഇത് പക്ഷേ ആക്ച്വലി സർവീസ് കൊടുക്കുന്ന ആരാണ്? റിസോർട്ട്സ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന ഒരു വലിയ നഷ്ടം തന്നെയാണ്. 3, ആപ്പുകളിൽ നിങ്ങൾക്ക് ഒരു നിയന്ത്രണവുമില്ല. കൈവാനിക്കുന്നു. നിങ്ങളുടെ പ്രോപ്പർട്ടി ഈ ആപ്പുകൾ എവിടെ കാണിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഇന്ന് നിങ്ങൾ 1ാമത്തെ പേജിലായിരിക്കും, നാളെ 4ാമത്തെ പേജിലായിരിക്കും, അല്ലെങ്കിൽ 10ാമത്തെ പേജിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അൽഗോരിതം അല്ലെങ്കിൽ ആരെങ്കിലും കൂടുതൽ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാകും, അതായിരിക്കും കാരണം. ഇത് ഒരു ബിസിനസ് വലിയ അപകടമാണ്. പക്ഷേ ഇതൊന്നും ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ ആപ്പുകൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സ്വന്തമായിട്ട് ബുക്കിംഗ് കിട്ടുക? അതായിരിക്കും നിങ്ങളുടെ ടെൻഷൻ. ഈ ആപ്പുകളെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, അത് ശരിയാവില്ല. പുതിയ ബിസിനസ്സിന് ഈ ആപ്പുകൾ തീർച്ചയായിട്ടും വേണം. പക്ഷേ അവയ്ക്ക് പുറമെ നിങ്ങൾക്ക് സ്വന്തമായി ഒരു 2ാമത്തെ വഴി ഉണ്ടെങ്കിലോ? അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള ഒരു വഴിയാണ് വെബ്സൈറ്റും ഓട്ടോമേഷനും. ഇതെങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് നമുക്ക് നോക്കാം. രാത്രി ഒരു 11 മണി, എവിടെയോ ഒരു ടൂറിസ്റ്റ് ഒരു ജോലി തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വീക്കെൻഡിൽ എവിടേക്കെങ്കിലും പോകാൻ ആലോചിക്കുന്നു. അപ്പോൾ അയാളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യാണ്. അപ്പോഴാണ് നിങ്ങളുടെ റിസോർട്ടിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. ആരെങ്കിലും ചെന്ന് അവിടെ വന്ന ശേഷം ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഇട്ടതായിരിക്കാം. അങ്ങനെ അയാൾ അത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നു, നിങ്ങളുടെ വെബ്സൈറ്റ് കാണുന്നു. നിങ്ങളുടെ റൂമുകളുടെ ഫോട്ടോകൾ, പ്രൈസ് ലിസ്റ്റ്, ഓഫേഴ്സ്, അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ ആ വെബ്സൈറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ കാണുന്നു. ആ വെബ്സൈറ്റിൽ താഴെ ഒരു ചാറ്റ് ബോട്ടും കാണുന്നു അയാൾ. അപ്പോൾ അയാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു.
ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ സർവീസ്, ഇതിനൊക്കെ കൃത്യമായിട്ട് ആ ചാറ്റ് ബോട്ട് ഉത്തരം പറയുന്നു. അങ്ങനെ അദ്ദേഹം ഈസ് കൺവിൻസ്ഡ്, അപ്പോൾ റെഡി ടു പേ. അപ്പോൾ തന്നെ ഒരു ബുക്കിംഗ് ബട്ടൺ അയാൾ കാണുന്നു, പേ ചെയ്യുന്നു, ബുക്കിംഗ് കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു, ഫോൺ നോക്കുന്നു, പുതിയ ഒരു ബുക്കിംഗ് വന്നിട്ടുണ്ട്, പണം അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട്, കമ്മീഷൻ പോയിട്ടില്ല. വാ, അടിപൊളിയല്ലേ? ഇങ്ങനെ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു ഡിജിറ്റൽ എംപ്ലോയി ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ സിസ്റ്റം ഒരുപാട് വേറെയും കാര്യങ്ങൾ ചെയ്യും. ലൊക്കേഷൻ അയക്കും, ചെക്ക് ഇൻ സമയം പറയും, വരുന്നതിന് മുന്നേ റിമൈൻഡർ അയച്ചു കൊടുക്കും, പിന്നെ വന്ന് പോയതിന് ശേഷം റിവ്യൂ ചോദിക്കും. എല്ലാം തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പൂക്കളൊക്കെ പറിച്ചോ? ചെറിയൊരു ബൊക്കെ ഉണ്ടാക്കി, ഇവിടുത്തെ റോഡ് സൈഡിലെ പൂക്കളൊക്കെ പറിച്ചിട്ട് ചെറിയൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ ഓട്ടോമേഷന് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ കമ്മീഷൻ ലാഭിക്കാം. നേരിട്ടുള്ള ബുക്കിംഗ് ആയതിനാൽ മുഴുവൻ പണവും നിങ്ങളുടെ കയ്യിൽ, ആരും ഒന്നും എടുക്കുന്നില്ല. രണ്ടാമതായിട്ട് സ്വന്തം ഗസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കാം. ആരൊക്കെ വിളിച്ചു, ആരൊക്കെ ബുക്ക് ചെയ്തു, എത്ര പേർ വന്നു എന്നുള്ള ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ടാവും. പിന്നീട് 30% ഓഫർ കൊടുത്തിട്ട് ഓഫ് സീസണിൽ വരൂ എന്ന് ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവരത് ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യും, റെഫർ ചെയ്യാം. എന്തായാലും ബുക്കിംഗ് കൂടും. എന്തായാലും നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് ജീവനക്കാർക്ക് ഒരു ആശ്വാസമാണിത്. റിസപ്ഷനിൽ ഇരിക്കുന്നവർ ദിവസം ഒരു 50 തവണയെങ്കിലും ഒരേ ചോദ്യം കേട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ എവിടെയാണ്, വില എത്രയാണ്, റേറ്റ് എത്രയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവർക്ക് ഉത്തരം പറഞ്ഞ് ഒരു മോണോട്ടോണസ് ഫീലിംഗ് ഉണ്ടാവും. ആ പ്രശ്നം ഇവിടെ ഇല്ല. ഇവിടെ ഓട്ടോമേഷൻ ഉത്തരം പറയും. നിങ്ങളുടെ സ്റ്റാഫിന് മറ്റു കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. പിന്നെ നാലാമത്തെ ഒരു ഗുണം എന്താ വെച്ചാൽ നോ ഷോ കുറയും. അതായത് ഒരു ദിവസം മുമ്പുള്ള റിമൈൻഡർ അയക്കുന്നതുകൊണ്ട് അതിഥികൾ അത് മറക്കില്ല. അങ്ങനെ അവർ വരാനുള്ള ചാൻസ് കൂടും. ഇത് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം ഗൂഗിൾ റിവ്യൂ. അതിഥികൾ സന്തുഷ്ടരായിട്ട് പോകും, പക്ഷേ റിവ്യൂ ഇടാൻ മറക്കും. നമ്മുടെ ഓട്ടോമേഷൻ അവർക്ക് റിവ്യൂ ചോദിച്ചുകൊണ്ടേയിരിക്കും, റിമൈൻഡർ അയച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അവർ റിവ്യൂ ചെയ്യാൻ കാരണമാകും. കൂടുതൽ റിവ്യൂ മീൻസ് കൂടുതൽ ട്രസ്റ്റ്, കൂടുതൽ ബുക്കിംഗ്. ആറാമതായിട്ട് ഓട്ടോമാറ്റിക് ഓഫറുകൾ നമുക്ക് കൊടുക്കാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4000 രൂപയ്ക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണോ, ചെമ്പ്ര പീക്കിൽ ഒരു ജീപ്പ് സഫാരി വേണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ അടുത്ത ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സമാധാനമാണ്. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ബിസിനസ് തനിയെ പ്രവർത്തിക്കുന്നുണ്ട് എന്നറിയുമ്പോൾ ഇതൊരു നല്ല ഫീലിംഗ് ആണ്. ടെൻഷൻ കുറവാണ്, നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. പെട്ടെന്നൊരു ദിവസം സ്റ്റാഫ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആളെ കിട്ടുന്നവരെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത് എങ്ങനെ സാധിക്കും? ഈ സിസ്റ്റം ഉണ്ടാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചിലർക്ക് തോന്നും ഇതൊക്കെ വലിയ ടെക്നിക്കൽ കാര്യങ്ങളല്ലേ, എനിക്കിതൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ എന്നൊരു ഫീലിംഗ് ഉണ്ടാവും. വിഷമിക്കണ്ട, എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഒരു വെബ്സൈറ്റ് വേണം. അതിൽ ഫോട്ടോകൾ, റൂമുകൾ, റൂം റേറ്റ്സ് എന്നിവ ഉണ്ടായിരിക്കണം. അതിൽ ബുക്കിംഗ് ബട്ടൺ ഉണ്ടാവണം. പിന്നെ ഓട്ടോമാറ്റിക് റിപ്ലൈ കൊടുക്കുന്നതിന് ചാറ്റ് ബോട്ട് തീർച്ചയായിട്ടും വേണം. ബാക്ക് എൻഡിൽ വെബ്സൈറ്റ്, ചാറ്റ് ബോട്ട്, പേയ്മെൻറ്റ് ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിക്കണം. ഒരാൾ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൺഫർമേഷൻ ഇമെയിൽ പോകണം, പിന്നെ റിമൈൻഡർ മെസ്സേജ് പോകണം, ബുക്കിംഗ് കഴിയുമ്പോൾ റിവ്യൂ റിമൈൻഡർ പോകണം. ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പണക്കാരനാവുക എന്നതല്ല ഉദ്ദേശം. ഇതൊരു ബിസിനസ് കൺട്രോൾ തിരിച്ചു പിടിക്കുക എന്ന പ്ലാനാണ്. നമ്മളിവിടെ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഏറ്റവും വിലപ്പെട്ടത്. നമ്മുടെ കേരളത്തിൽ ടൂറിസം ഒരു വലിയ ഇൻകം സോഴ്സാണ്. വയനാടിൻ്റെ മലകൾ, മൂന്നാറിലെ തോട്ടങ്ങൾ, ആലപ്പുഴയിലെ വള്ളങ്ങൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ട്സ് നമുക്കുണ്ട്. ഇവിടെയെല്ലാം ഒരുപാട് സാധാരണ റിസോർട്ടും ഹോം സ്റ്റേയും നടത്തുന്ന ആളുകളുണ്ട്. ഇവരെല്ലാം കഠിനമായി അധ്വാനിക്കുന്നു. അപരിചിതരെ, ഗസ്റ്റുകളെ സ്വന്തം കുടുംബത്തെ പോലെ സ്വീകരിക്കുന്നു. പക്ഷേ ടൂറിസ്റ്റുകൾ കൊണ്ടുവരുന്ന പണത്തിൽ, വരുമാനത്തിൽ ഒരുപാട് കേരളം വിട്ടുപോകുന്നു ഈ ആപ്പുകളിലേക്ക്, വലിയ കമ്പനികളിലേക്ക്. എന്തുകൊണ്ടാണ് നമ്മൾ കുറച്ച് അഡ്വാൻസായി ചിന്തിക്കാത്തത്? ഒരു വെബ്സൈറ്റും ഓട്ടോമേഷനും അത്ര വലിയ കാര്യമൊന്നുമല്ല. എഐയും ഓട്ടോമേഷനുമാണ് ഇനി ഭാവി. കൂടുതൽ റിസോർട്ട് ഉടമകൾ ഇത് ഉപയോഗിച്ചാൽ കൂടുതൽ പണം ഇവിടെ നിൽക്കും. മെച്ചപ്പെട്ട സർവീസ്, നല്ല ടൂറിസം. ദിസ് ഈസ് ദ ബിഗ് പിക്ചർ.
ഇത് ചെയ്യാൻ എന്തൊക്കെ വേണം? ഒന്ന്, മാറ്റത്തിനുള്ള മനസ്സ്. തിങ്ക് ഡിഫറെൻ്റ്ലി. എന്നേക്കും കമ്മീഷൻ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതും ശരി, ദിസ് ഇൻഫർമേഷൻ ഈസ് നോട്ട് ഫോർ യു. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും മാറ്റം വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ യു. രണ്ടാമത്, ഒരു ചെറിയ ബഡ്ജറ്റ്. അതെ, ഇതിന് കുറച്ച് ചെറിയ പണം ചിലവാകും. ഒരു വെബ്സൈറ്റും ഓട്ടോമേഷനും സെറ്റ് ചെയ്യാൻ സമയവും എഫർട്ടും വേണം. പക്ഷേ നിങ്ങൾ ഓരോ മാസവും കമ്മീഷനായി കൊടുക്കുന്ന ആ തുകയേക്കാൾ വളരെ കുറച്ച് മതി ഇതിന്. ഇതൊരു നിക്ഷേപമായി കാണുക, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓ ബ്യൂട്ടിഫുൾ. ശരി, ഇതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അറിയാൻ wayanadinfo.com എന്ന വെബ്സൈറ്റിൽ ഞാൻ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. വിസിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.